പ്രൈസുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് നേപ്പാളിൽ ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിൻ്റെ പ്രവർത്തനമുണ്ട്. നേപ്പാൾ ഇന്ത്യയുടെ 3 സ്റ്റേറ്റിൻ്റെ ബോർഡറാണ്, മറുവശത്തെ ഹിമാലയമാണ്. ഇന്ത്യയേക്കാൾ ഒരു 15 വർഷം പുറകില എക്കണോമിക്കലായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം കൊണ്ടും. അവിടെ നിന്നും പായപ്പാട്ട് ബാബി സ്കൂളിൽ പഠിക്കാൻ വന്ന ക്ഷത്രിയ വംശത്തിൽപ്പെട്ട മാധവ പോടൽ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ പഠിത്തം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നേപ്പാളിൽ പോയി വേലയെ പ്രാരംഭിക്കണം, എന്നെ പ്രാർത്ഥിച്ചയക്കണം. എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നെ പ്രാർത്ഥിച്ചയച്ചാൽ മതി. അദ്ദേഹത്തെ പ്രാർത്ഥിച്ചയച്ചു. പുറകെ എൻ്റെ മക്കൾ അവിടെ പോയി പല സ്ഥലങ്ങളിൽ പോയി യോഗം നടത്തി. ഇപ്പോൾ നേപ്പാളിൽ 280 പേരുള്ള കാഠ്മണ്ഡുവിൽ ഒരു ചർച്ച്, ബൈബിൾ സ്കൂള്, അനാഥശാല, 25 വില്ലേജുകളിൽ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ ഞാനും എൻ്റെ ഇളയ മകൻ ബിനു തമ്പി കൽക്കട്ടയിൽ നിന്ന് ഞങ്ങൾ അവിടെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ പാസ്റ്റേഴ്സ് സെമിനാർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോയി. 2 ദിവസം പാസ്റ്റേഴ്സ് സെമിനാർ നടന്നു. 23-ാം തീയതി 17 പേര് നേപ്പാളികൾ ഗ്രാജുവേറ്റ് ചെയ്ത ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ ഭംഗിയായിട്ട് നടന്നു. 24-ാം തീയതി സവായോഗത്തോടുകൂടെ ഞങ്ങളുടെ പ്രോഗ്രാം തീർന്ന് ഞങ്ങൾ അവിടെ നിന്ന് 4 മണിക്കത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോരുക. 24-ാം തീയതി 11 മണി മുതൽ 12 മണി വരെ ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 11:50 ആയപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഒരു വലിയ ശബ്ദത്തോടുകൂടെ ഒരു വലിയ പ്രകമ്പം, ആളുകൾ ഞെട്ടുന്നു, പരക്കം പായുന്നു. ഞാൻ നോക്കിയപ്പം വലത്തുവശത്തുള്ള ഒരു 5 നില കെട്ടിടം ഞങ്ങളുടെ നേരെ വരുന്നു. ഞാനും എനിക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന പാസ്റ്ററും കൂടെ പെട്ടെന്ന് താഴെ പോയി. ഞങ്ങളെ വലിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. സകല വിശ്വാസികളും പുറത്തിറങ്ങി. എന്താ സംഭവിക്കുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കൂട്ട നിലവിളി, ആളുകളെല്ലാം പരക്കം പായുന്നു. അയൽപക്കത്തെല്ലാം ജനം 4 വശം ഓടുന്നു, ബഹളം നടക്കുന്നു. 7.9 റിക്ടർ സ്കെയിലുള്ള ഭയങ്കര ഭൂകമ്പം. അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് വന്നിട്ടുണ്ട്. 15,000 പേരുടെ ഡെഡ് ബോഡി എടുത്തു കഴിഞ്ഞു. ഇന്നും എടുക്കാത്ത ഡെഡ് ബോഡികൾ അവിടെ അടിഞ്ഞു കിടപ്പുണ്ട്. ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ സന്ദർശകരായി പോയ വിദേശീയ സഞ്ചാരികൾ മഞ്ഞിനടിയിൽ കിടക്കുക. എന്നാൽ 3 ലക്ഷം ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു, സകല സാധനങ്ങളും. ഞങ്ങളുടെ പാസ്റ്റർ അതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പുള്ളി പെട്ടെന്ന് മോട്ടോർ സൈക്കിളിൽ തൻ്റെ വീട് സന്ദർശിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ 3-ാം നിലയിലുള്ള വീട് തൻ്റെ ഫ്രിഡ്ജ് 4 മുറിയായിട്ട് 4 കഷണമായിട്ട് പൊട്ടിച്ചെതറി. തൻ്റെ വീട്ടു സാമാനങ്ങൾ മുഴുവൻ പൊട്ടിച്ചെതറി. കാരണം ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടുമെന്ന് ശേപ്രവചനം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരികമായിട്ട് കാണാനായിട്ട് സാധിച്ചു. ശൗരന്മാരെ, കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ച അന്ത്യകൽപ്പന, അന്ത്യപ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മത്തായി 24:8 ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. പ്രസവം നടക്കുന്നതിന് മുമ്പ് ഈറ്റുനോവ് കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട ഒരു സംഭവമാണ്. എന്നാൽ ഈ തരുണത്തിൽ നേപ്പാൾ എല്ലാ നിലയിലും തകർന്നു കിടക്കുക, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഒരു കപ്പൽ വരണമെങ്കിൽ കൽക്കട്ടയിൽ ഇന്ത്യയുടെ ബോർഡറിൽ ചെല്ലണമെങ്കിൽ 12ഓളം മണിക്കൂർ ബസ്സിലിരിക്കണം. ഹിമാലയത്തിൻ്റെ കുന്നും മലകളും താണ്ടി ഞങ്ങളവിടെ റിലീഫ് വർക്ക് നടത്താൻ ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സകല സഭകളിൽ നിന്നും ഓരോ പ്രത്യേക സ്വത്രകാഴ്ച എടുത്ത് അയക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 130 ക്രിസ്തീയ കുടുംബങ്ങൾ, അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ക്രിസ്ത്യാനികളെ സഹായിക്കാൻ ആരുമില്ല. 130 ക്രിസ്തീയ ഭവനങ്ങൾ ഞങ്ങളുടെ സഭയിൽ തന്നെ തകർന്നവരുണ്ട്. അവരെ സഹായിക്കാൻ ഞങ്ങളൊരു ഫണ്ട് ഇന്ത്യയിൽ തന്നെ റേസ് ചെയ്യുക. 10-40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ
ചെയ്യാനൊക്കൂ. കർത്താവായ യേശു പറഞ്ഞു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. സാക്രിഫൈസ് ഓഫ് ഗിവിങ്, കൊടുക്കുന്ന യാഗം, അതിൽ ദൈവമക്കൾ ഉത്സാഹമുള്ളവരായിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല, നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടില്ല. അയ്യോ കർത്താവ്, എപ്പോഴാണ് ഞങ്ങൾ നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടത്? എൻ്റെ ഈ എളിയ ഒരു സഹോദരന് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് തന്നു. നേപ്പാളിൽ തകർന്നു കിടക്കുന്ന ഈ കുടുംബങ്ങളെ സഹായിക്കാൻ, അവരുടെ വീടുകൾ ഒന്ന് നന്നാക്കി കൊടുക്കാൻ ആവോളം സഹായം ഇന്ത്യയിലെ വിശ്വാസികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഛത്തീസ്ഗഡിൽ തന്നെ 15,000 രൂപ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് വെറും ആദിവാസി സഭകൾ മാത്രമുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തന കേന്ദ്രമാണ്. ഒറീസ ആദിവാസികളുടെ കേന്ദ്രമാണ്. അവിടെ നിന്നും 12,000 രൂപ അവർ ചെയ്തു. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ ആത്മാർത്ഥമായിട്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ലോകത്തിൽ ചിലവാക്കുന്നതൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി, ഭൗതിക കാര്യത്തിന് വേണ്ടി ഇവിടെ കിടക്കുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചെലവാക്കുന്നതൊക്കെ നമ്മുടെ സമ്പാദ്യമായിട്ട് സ്വർഗത്തിൽ കാണും. നേപ്പാളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പർ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ത്യയിൽ 9447124682 ഞങ്ങൾക്ക് മിഷൻ അക്കൗണ്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ട് കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. ഗവൺമെൻറ്റിന് ഇൻകം ടാക്സിന് FCR ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കണക്ക് കൊടുക്കേണ്ടതാണ്. ഒരു പൈസ പോലും വേറെ ഒരു കാര്യത്തിനും ചെലവഴിക്കാറില്ല. കിട്ടുന്ന കാശ് മുഴുവൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കും. നേപ്പാളിൽ കഷ്ടപ്പെടുന്ന ഈ ക്രിസ്ത്യ കുടുംബങ്ങളെ സഹായിപ്പാൻ സഹോദരന്മാർ മുമ്പോട്ട് വരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവം ശക്തി നൽകും, അതിനുള്ള വഴികൾ തുറന്നു നൽകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിലുപരിയായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നേപ്പാളിൽ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര പേടിയുണ്ടായി, ഉപദ്രവമുണ്ടായി. ഇപ്പോഴവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, മാവോയിസ്റ്റുകളുടെ ശക്തിയേറിയ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഒന്ന് അടങ്ങി നിൽക്കുക. അതുകൊണ്ടാണ് വല്ലവും അവിടെ നടക്കുന്നത്. എന്നാൽ പോലും പരസ്യമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുകയില്ല. കുറച്ച് ഒതുങ്ങി മാത്രമേ നടക്കത്തുള്ളൂ. പീഡ വർദ്ധിക്കുന്നു, ഉപദ്രവം വർദ്ധിക്കുന്നു. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി കൽപ്പിച്ച പ്രവചനത്തിൻ്റെ നിറവേറലാണ്. ഇതിനൊന്നും ദൈവത്തിൻ്റെ സഭയെ തച്ചുടയ്ക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും സഭയെ എല്ലാ കാലത്തും വളർത്തിയിട്ടേ ഉള്ളൂ. ഈ നേപ്പാളിലെ കുലുക്കം ദൈവം നേപ്പാളിനെ കുലുക്കിയത. നേപ്പാളിൽ വലിയ പ്രവർത്തനം നടക്കും. അനേകര് കർത്താവിലേക്ക് വരും. ഈ സംഭവങ്ങൾ ദൈവവചന നിറവേറലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് നിശ്ചയമായും അനേക സഭകൾ അവിടെ എഴുന്നേൽക്കും. 100 കണക്കിന് വിശ്വാസികൾ മുമ്പോട്ട് വരും. 50 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ ഒറീസയിലെ ഒരു ആദിവാസി സഭയിൽ അവർ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഇന്ന് 4000 പേരായി. നിശ്ചയമായും കാട്ടുപ്രാക്കൾ കൂട്ടമായി വിരുന്നുശാലയിൽ വരുന്നു. പാരമ്പര്യം പറയുന്ന പെന്തിക്കോസുകാരും സമൂഹങ്ങളും ക്രിസ്തീയ സമൂഹങ്ങളും പുറന്തള്ളിക്കൊണ്ട് നേപ്പാളിലെ പോലുള്ള ആളുകൾ, ഇന്ത്യയിലെ ആദിവാസികൾ കൂട്ടമായിട്ട് വിരുന്നുശാലയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരു അവസരം നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി നിങ്ങളാരും നേപ്പാളിൽ പോവുകയില്ല, ബീഹാറിൽ പോവുകയില്ല, ഗുജറാത്തിൽ പോവുകയില്ല. എന്നാൽ ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ കഴിവുള്ളിടത്തോളം കൊടുക്കാം. ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത, ഒരു മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത അനേകം വേലക്കാരവിടെയുണ്ട്. അവരെ സഹായിപ്പാൻ നിങ്ങൾ മുന്നോട്ട് വരൂ. സർവശക്തൻ നിങ്ങളെ സഹായിക്കും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് കൊടുത്താലേ കിട്ടൂ. കോടതി കൊടുത്താലും പോലീസിന് കൊടുത്താലും
ആശുപത്രി കൊടുത്താലും ഗ്രോസറി കൊടുത്താലും പോക്ക. എന്നാൽ ദൈവരാജ്യത്തിന് കൊടുത്താൽ മടങ്ങി വരും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തന്നെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. അങ്ങനെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഒരു മാനപാത്രമായി ശോഭിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക, ആവോളം സഹായിക്കുക. അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.